ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗുണ്ടകളിൽ നിന്ന് ചിന്നുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ജെ കെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തുകയാണ്. ആകെ പേടിച്ചു വരേണ്ട ചിന്നുവിനോട് അവിടെ ഇരിക്കാനായി പറഞ്ഞ് ജെ കെ പോയി റിസപ്ഷനിലുള്ള സ്റ്റാഫിനോട് കീ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ സ്റ്റാഫ് ജെ കെയോട് ചോദിക്കുന്നുണ്ട്, സാറ് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇത് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ, ഇതും സാറിന്റെ ആരാധികയാണോ എന്ന് ചോദിക്കുകയാണ്. ജെ കെ ഇപ്പൊ പറയുന്നുണ്ട്, അല്ല ഇവളെന്റെ ആരാധികയല്ല, താൻ മര്യാദയ്ക്ക് ചാവി എടുത്തതായോ എന്ന് പറയാണ്. ആ സ്റ്റാഫ് ആണെങ്കിൽ ചാവിക്ക് പകരം ഒരു മദ്യക്കുപ്പി എടുത്ത് ജെ കെക്ക് കൊടുക്കുകയാണ്. സാറിന്റെ സ്ഥിരമായിട്ടുള്ള ബ്രാൻഡാണിതെന്ന് പറയുന്നുണ്ട്. ജെ കെ ആണെങ്കിൽ ചിന്നുവിനെ നോക്കിക്കൊണ്ട് ആ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, ഇപ്പൊ വേണ്ട, അത് താൻ ഇവിടെ തന്നെ വെച്ചേക്ക്, താൻ ചാവി ഇങ്ങോട്ട് തായോ എന്ന് പറയാണ്. സ്റ്റാഫ് അപ്പൊ തന്നെ ചാവി എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി ആകെ പേടിച്ചിട്ടുണ്ടല്ലോ, സാറിന് ഈ കുട്ടിയെ എവിടെ നിന്ന് കിട്ടി, വല്ല കുഴപ്പം പിടിച്ച കേസാണോ എന്ന് ചോദിക്കുമ്പോൾ ജെ കെ പറയുന്നുണ്ട്, ഇനി താൻ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കും ഞാൻ. കണ്ടാലും കാര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ പോലുള്ളവർ കുറെ ഇങ്ങനെ സംശയങ്ങളായി വരും. ഇവരെ തന്നെ ആ കൂട്ടത്തിൽ ഞാൻ പെടുത്തിയിട്ടില്ലായിരുന്നു എന്നൊക്കെ ദേഷ്യത്തോടെ ജെ കെ അങ്ങനെ പറയുമ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, സോറി സാർ, അറിയാതെ ചോദിച്ചു പോയതാണ്. സാർ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അത് ആരാണെന്ന് ചോദിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് സാർ എന്നൊക്കെ ആ സ്റ്റാഫ് പറയുമ്പോൾ ജെ കെ പറയുന്നുണ്ട്, തനിക്ക് അത് ആരാണെന്നല്ലേ അറിയേണ്ടത്, അവൾ എന്റെ മോളാണെന്ന് പറയുമ്പോൾ ആ സ്റ്റാഫ് ആകെ ഷോക്കാവുന്നുണ്ട്. ഇത് സാറിന്റെ മോളാണോ? സാറിന് ഇത് നേരത്തെ പറയാമായിരുന്നില്ലേ? ആ കുട്ടിയെ സാറ് കൈപിടിച്ചു കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഊഹിച്ചു സാറിന്റെ മോളാണെന്ന്. സാറിന്റെ അതേ ചായയാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ സാറിന്റെ മോളാണെന്ന് പറയും. ഇനി എനിക്ക് ഒന്നും അറിയണമെന്നില്ല, എന്തായാലും സാറിന്റെ മോളെ ഞാൻ കണ്ടുമുട്ടിയല്ലോ എന്നങ്ങനെ ആ സ്റ്റാഫ് പറയുമ്പോൾ ജെ കെ ശരിയെന്ന് പറഞ്ഞ് ചിന്നുവിനെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. റൂമിന്റെ വാതിൽ തുറന്നതും ചിന്നുവിനാകെ ടെൻഷൻ ആവുന്നുണ്ട്. ജെ കെ ആണെങ്കിൽ എല്ലാ ബുക്കുകളും മദ്യക്കുപ്പികളും എല്ലാം വലിച്ചു വാരി ആ റൂമിൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ജെ കെ എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, മോൾക്ക് ഈ സെറ്റപ്പ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലല്ലേ, താമസിക്കുന്ന ആളായതുകൊണ്ട് ഇവിടെയൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല, സർക്കസിലെ ഒരു കോമാളിയുടെ രൂപം പോലെ ഉണ്ടല്ലേ ഈ മുറി എന്ന് ജെ കെ അങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അങ്കിള് തന്നെ, അങ്കിളിനെ പറ്റി ഇങ്ങനെയൊന്നും പറയരുത് എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ ജെ കെ ചോദിക്കുന്നുണ്ട്, അപ്പൊ മോളുടെ പേടിയൊക്കെ മാറിയല്ലേ, ഇനി പറ അവന്മാരൊക്കെ ആരാണ്, കുട്ടി എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അവരൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല, രക്ഷപ്പെടാനായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടി കയറിയത്, ഇനി എന്നോട് കൂടുതലൊന്നും ചോദിക്കില്ല അങ്കിളെ എന്നങ്ങനെ ചിന്നു സങ്കടത്തോടെ പറയുമ്പോൾ ജെ കെ പറയുന്നുണ്ട്, ശരി ഞാൻ ഇനിയൊന്നും ചോദിക്കുന്നില്ല, മോളുടെ പേരെന്താ, അത് പറഞ്ഞൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ചിന്നുവിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുകയാണ് ജെ കെ. എന്നിട്ട് വീണ്ടും ജെ കെ പറയുന്നുണ്ട്, ആ സമയത്ത് വേറെ ആരെങ്കിലും അവിടെ ആയിരുന്നെങ്കിൽ എന്നെ രക്ഷകന്റെ പകരം കിഡ്നാപ്പർ ആക്കിയേനെ, അതോടെ ഞാൻ പോലീസിൽ കൊടുങ്ങും, പിന്നെ അവരെന്നെ കയറി ഇടിക്കും, പിന്നെ എന്റെ പൊടി പോലും ഉണ്ടാവില്ല, എനിക്കാണെങ്കിൽ മരിക്കാൻ പേടിയാണെന്നൊക്കെ ജെ കെ അങ്ങനെ പറയാണ്. ഇതെല്ലാം കേട്ട് ചിന്നുവിന് ചിരി വരുന്നുണ്ട്. ജെ കെ ഇപ്പൊ പറയുന്നുണ്ട്, കുട്ടി ഇപ്പൊ നല്ല മൂഡിലായല്ലോ, ഇനി പറ മോളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ചിന്നു എന്ന് പറയുന്നുണ്ട്. ജെ കെ ഇപ്പൊ പറയാണ്, ഇനി പറ ചിന്നുമോൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അങ്കിള് വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട അങ്കിളെ, എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മതി, ഞാൻ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ജെ കെ പറയുന്നുണ്ട്, അങ്ങനെ കുട്ടിയെ തനിച്ചു വിടാൻ പറ്റില്ലല്ലോ, അച്ഛനെയോ അമ്മയോ വിളിച്ചിട്ട് അവരടുത്ത് ആരെയോടെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ പറ, ചിന്നുവിന്റെ പാരന്റ്സ് വന്നതിന് ശേഷം മാത്രമേ ഞാൻ നിന്നെ വിടൂ, അങ്ങനെ ഒരു സാഹചര്യത്തില് കുട്ടിയെ തള്ളിവിട്ട ആ പാരന്റ്സിനെ എനിക്ക് കാണണം, ആരാണ് നിന്റെ അച്ഛനും അമ്മയും, അവരെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് ജെ കെ അങ്ങനെ പറയാണ്. ചിന്നു കേട്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ അച്ഛനും അമ്മയും ഒരുമിച്ചിട്ടല്ല അങ്കിൾ, അവര് ഡിവോഴ്സ്ഡ് ആണെന്ന് പറയുമ്പോൾ ജെ കെ സോറി എന്ന് പറയാണ്. ചിന്നു പറയുന്നുണ്ട്, എന്റെ അമ്മ അഡ്വക്കേറ്റ് ആണ്, ഞാൻ അമ്മയെ ഇപ്പൊ തന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് ചിന്നു ഫോൺ എടുത്ത് അർച്ചനയെ വിളിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ഓഫീസ് ടൈമിൽ ഇരിക്കുമ്പോഴാണ് ചിന്നുവിന്റെ കോൾ വരുന്നതും ഫോൺ എടുത്ത് അർച്ചന സംസാരിക്കുകയാണ്. ചിന്നുമോളെ നീ എവിടെയാണ്, ഇന്ന് കോളേജിലേക്ക് പോയില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മേ ഞാനൊരു പ്രശ്നത്തിൽ പെട്ടു എന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്ത് പറ്റി മോളെ, എന്താണ് പ്രശ്നം, വീട്ടിലാണോ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. ചിന്നു പറയുന്നുണ്ട്, അല്ലമ്മേ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളെല്ലാം അർച്ചനയോട് പറയാണ്. ഇതെല്ലാം കേട്ട് ആകെ പേടിച്ചുകൊണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇപ്പൊ എവിടെയാണ്, എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നീ എന്നോട് തുറന്നു പറയുന്നൊക്കെ അർച്ചന പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എന്നെ ഒരു അങ്കിള് വന്ന് രക്ഷിച്ചു, ഇപ്പൊ ഞാൻ ഈ ഹോട്ടലിൽ ആ അങ്കിളിന്റെ കൂടെയുണ്ടെന്ന് ചിന്നു പറയുമ്പോൾ ജെ കെ ഫോൺ വാങ്ങിച്ച് അർച്ചനയോട് സംസാരിക്കുകയാണ്. പിന്നീട് ജെ കെ അർച്ചനയോട് പറയുന്നുണ്ട്, ചിന്നുവിന്റെ അമ്മയല്ലേ, നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട, നിങ്ങളുടെ മോൾ ഇവിടെ സുരക്ഷിതയാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം, അവളുടെ പേരൻസ് ആരെങ്കിലും വരാതെ എനിക്ക് ഇവളെ വിട്ടയക്കാനാവില്ല
അറിയില്ല. ഇത്രയും വേഗം വന്ന് നിങ്ങൾ അവളെ വിളിച്ചുകൊണ്ട് പോവണമെന്ന് JK പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ്? ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ്. JK അപ്പൊ തന്നെ അർച്ചനയ്ക്ക് ആ ഹോട്ടലിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ആ ഹോട്ടലാണോ? അതെനിക്കറിയാം, ഞാനിപ്പൊ തന്നെ വരാം, ഞാൻ വരുന്നത് വരെ മോളൊന്ന് ശ്രദ്ധിച്ചോളനെ എന്നും പറഞ്ഞുകൊണ്ട് അർച്ചന ഫോൺ കട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ ബാഗും എടുത്തുകൊണ്ട് അർച്ചന ചിന്നുവിന്റെ അടുത്തേക്ക് പോവാനായി ഇറങ്ങുകയാണ്. സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ആവുന്നില്ല. അർച്ചന പിന്നീട് ആ സ്കൂട്ടി അവിടെ വെച്ചുകൊണ്ട് ഒരു ഓട്ടോയിൽ കയറാനായി പോവുകയാണ്. പിന്നീട് JK ചിന്നുവിന് ഒരു ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അങ്കിളെ, എന്റെ അമ്മ വരുമ്പോ വഴക്കൊന്നും പറയരുതെന്ന് ചിന്നു അങ്ങനെ JKയോട് പറയാണ്. JK അപ്പോൾ തിരിച്ച് ചിന്നുവിനോട് പറയുന്നുണ്ട്, എന്റെ അച്ഛനും അമ്മയും നല്ല വഴക്ക് കേൾക്കേണ്ട ആൾക്കാരാണ്, അവർക്ക് ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടല്ലേ നിനക്കിന്ന് ഇങ്ങനെ സംഭവിച്ചതെന്ന് JK പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ പറയില്ല അങ്കിളെ, എന്റെ അമ്മയെ കുറ്റം പറയരുത്, എന്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല, ഞാനിപ്പോ പറഞ്ഞപ്പോഴാണ് അമ്മ എല്ലാം അറിഞ്ഞത്. ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ അല്ല, അച്ഛന്റെ കൂടെയാണ് താമസം, എന്റെ അമ്മ ഒരു പാവമാണ് അങ്കിളെ എന്ന് ചിന്നു പറയുമ്പോ JK ചോദിക്കുന്നുണ്ട്, മോളുടെ അച്ഛനമ്മയും ആരാണ്, എന്താണ് അവരുടെ പേരെന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് വിജയശങ്കർ എന്നാണ് എന്റെ അച്ഛന്റെ പേര്, അഡ്വക്കേറ്റ് അർച്ചന ദേവിയാണ് എന്റെ അമ്മ എന്ന് ചിന്നു അങ്ങനെ പറയുമ്പോ JK പെട്ടെന്ന് തന്നെ മുന്നേ വിജയശങ്കറുമായി കണ്ടുമുട്ടിയ കാര്യങ്ങൾ ഓർക്കുകയാണ്. JK എന്നിട്ട് പറയുന്നുണ്ട്, ഇവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഇത്രയും വലിയ ആൾക്കാരുടെ മോളാണ് താനെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, ഈ നിയമങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടാണോ നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ പിരിഞ്ഞു താമസിക്കുന്നത് എന്ന് JK ചോദിക്കുമ്പോ പെട്ടെന്ന് ചിന്നുവിന്റെ മുഖം വാടുകയാണ്. ചിന്നു എന്നിട്ട് പറയുന്നുണ്ട്, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, അച്ഛൻ വേറെ കല്യാണം കഴിച്ചു, അമ്മ ഇപ്പോഴും സിംഗിൾ ആണെന്ന് ചിന്നു പറയുമ്പോ JK പറയാണ്, നിന്റെ അച്ഛൻ ബുദ്ധിമാനാണ്, നിന്റെ അമ്മയാണെങ്കിൽ മഹാമണ്ടിയും, അതുകൊണ്ടാണല്ലോ നിന്റെ അമ്മ ഇപ്പോഴും കല്യാണം കഴിക്കാതെ സിംഗിളായി ജീവിക്കുന്നത്, നിന്റെ അമ്മയ്ക്ക് അതിനൊരു ന്യായവും ഉണ്ടാവും, മകൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു എന്ന്. ഇങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പുച്ഛമാണ് എന്നങ്ങനെ JK പറയുമ്പോ ചിന്നു ചോദിക്കുന്നുണ്ട്, അങ്കിൾ ആരാണ്, അങ്കിളിന്റെ പേരെന്താ, അങ്കിളിന്റെ ജോലി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോ JK ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതിന് ഒരു പ്രസക്തിയും ഇല്ലാത്ത ആളാണ് മോളെ ഞാൻ, എന്റെ പേര് എനിക്ക് തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആരോടും പേര് പറയാറില്ല എന്നങ്ങനെ JK പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, ഈ റൂം ആകെ അലങ്കോലമായി കിടക്കുകയാണല്ലോ, ഞാനിതെല്ലാം അടുക്കി ഒതുക്കി വെച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ചിന്നു അവിടെയെല്ലാം അടുക്കി പെറുക്കി വെക്കുകയാണ്. അതുകൊണ്ട് JKക്ക് വളരെ സന്തോഷാവുന്നുണ്ട്. പെട്ടെന്ന് ചിന്നു ഒരു ബുക്ക് എടുത്തുകൊണ്ട് JKയോട് ചോദിക്കുന്നുണ്ട്, അങ്കിളിന് നല്ല വായനാശീലമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, കുറച്ചൊക്കെ ഞാൻ വായിക്കും, പിന്നെ നീ ഇന്ന് ഇതെല്ലാം അടുക്കി വെക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ, നാളെ ഈ മുറി ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ നീ ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് JK ചോദിക്കുകയാണ്. ചിന്നു പറയുന്നുണ്ട്, ഒരാൾ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തു തരുമ്പോൾ നിങ്ങൾ ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ JK വീണ്ടും ചിരിക്കുകയാണ്. ചിന്നു അപ്പോഴാണ് താൻ ഇതിനു മുന്നേ JKക്ക് വാങ്ങിച്ചു കൊടുത്ത ആ പേന അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അത് കണ്ണിലുടക്കിയ ചിന്നു വേഗം തന്നെ അതെടുത്തുകൊണ്ട് JKയോട് പറയുന്നുണ്ട്, അങ്കിളെ, നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഞാൻ അങ്കിളിന് ഒരു പേന എടുത്ത് തന്നായിരുന്നു, ഇതാണ് ആ പേന എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഞാനത് ഓർക്കുന്നില്ല എന്ന് പറയാണ്. ചിന്നു വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ പേന എന്തിനാണ് അങ്കിള് മാറ്റി വെച്ചിരിക്കുന്നത്, ഇതെന്താ യൂസ് ചെയ്യാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ഈ പേന ഞാൻ ഉപയോഗിക്കാറില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട പേനയാണ്, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചിന്നുവിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പിന്നീട് അവിടെയുള്ള മദ്യക്കുപ്പികൾ ചിന്നുവിന്റെ കണ്ണിൽ പെടുകയാണ്. ചിന്നു എന്നിട്ട് JKനോട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ മദ്യപിക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ഞാൻ മദ്യപിക്കും എന്നും പറഞ്ഞുകൊണ്ട് വേഗം അവിടെയുള്ള മദ്യക്കുപ്പി എടുത്ത് ഷെൽഫിനുള്ളിലേക്ക് വെക്കുകയാണ്. ചിന്നു ചോദിക്കുന്നുണ്ട്, മദ്യപിച്ചാൽ കരൾ വാടിപ്പോവില്ലേ, എന്തെങ്കിലും കരൾ രോഗം വന്നാൽ മരിച്ചു പോവും, അങ്കിളിനല്ലേ മരിക്കാൻ പേടിയാണെന്ന് പറഞ്ഞത്, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ഞാൻ മരിച്ചാൽ ആർക്കാണ് നഷ്ടം, ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറയുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, അങ്കിളിന് വൈഫും മക്കളൊന്നുമില്ലേ എന്നങ്ങനെ ചോദിക്കുകയാണ്. JK സങ്കടത്തോടെ പറയുന്നുണ്ട്, എനിക്കൊരു മകളുണ്ടായിരുന്നു, പക്ഷേ 5 വയസ്സുള്ളപ്പോൾ അവളെ അങ്ങ് ദൈവം കൊണ്ടുപോയി, ഒരു ചെറിയ പനി വന്നതാണ്, ആ പനിയോടൊപ്പം അവൾ അങ്ങ് പോയി, അവൾ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോ അവൾക്ക് നിന്റെ പ്രായമുണ്ടാകും, ഈ വിധി എന്നൊക്കെ പറയാറില്ലേ, വിധി ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരനാവും, ചിലപ്പോൾ അത് ക്രൂരനായ കൊലയാളിയാവും, ചിലപ്പോൾ നമുക്കത് താങ്ങാനേ കഴിയില്ല, ആ കൊലയാളിയാണ് എന്റെ മോളെ തട്ടിയെടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് JK ഇമോഷണൽ ആവുകയാണ്. ചിന്നു JKയോട് പറയുന്നുണ്ട്, അങ്കിളെ, അങ്കിൾ കരയല്ലേ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, സോറി അങ്കിളെ എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഏയ് അതൊന്നുമില്ല, പെട്ടെന്ന് ഞാൻ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തു പോയതാണെന്ന് പറഞ്ഞ് ചിന്നുവിനെ ഒരു മകളെ പോലെ കവളിൽ അങ്ങനെ തൊട്ടുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. അർച്ചനയാണെങ്കിൽ വേഗം തന്നെ ഒരു ഓട്ടോയിൽ കയറി ആ ഹോട്ടലിലേക്ക് വരികയാണ്. പിന്നീട് വിജയശങ്കർ ആണെങ്കിൽ ജഗദീഷ് വക്കീലിനെ വിളിച്ച് കേസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോള് കട്ട് ചെയ്തതിനു ശേഷം വിജയശങ്കറിനോട് ചന്ദ്ര പറയുന്നുണ്ട്, പല വക്കീലുമാരും കേസ് കഴിഞ്ഞ് അവർക്ക് ക്യാഷ് കിട്ടാതെ പോവാറുണ്ട്, എന്റെ വിജയേട്ടൻ മാത്രം പക്ഷെ ആ കാര്യത്തിൽ മിടുക്കനാണെന്ന് ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ പറയാണ്, ആ മിടുക്കൊണ്ടാണല്ലോ ഞാൻ ഈ പ്രൊഫഷണലിൽ നിലനിന്നു പോകുന്നതെന്ന്
പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് ആര്യ വരികയാണ്. ആര്യ എന്നിട്ട് വിജയ് ശങ്കറിനോടും ചന്ദ്രയോടും പറയുന്നുണ്ട് ആകെ പ്രശ്നമായി എന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താണ് മോളെ നീ എന്താ ട്യൂഷന് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട് ഞാൻ പോയില്ല. പോകുന്ന വഴിക്ക് ചിന്നു എന്ന് ആര്യ പറയുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട് ചിന്നുവിന് എന്തു പറ്റി എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട് ഞാനും ചിന്നുവും ഒരുമിച്ച് തന്നെയാണ് പോയത്. അവളെ ബസ് സ്റ്റോപ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കാനായി പോയി. തികെ വന്നപ്പോ ചിന്നുവിനെ കാണുന്നില്ല. ചിന്നു കോളേജിലേക്കല്ല പോയത്, അവളെ ഒരാൾ പിടിച്ചുകൊണ്ടുപോയി എന്ന് ആര്യ പറയുമ്പോൾ വിജയ് ശങ്കറും ചന്ദ്രയും ആകെ ഷോക്കാവുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് ആര്യോട് ചോദിക്കുന്നുണ്ട് പിടിച്ചുകൊണ്ടുപോയെന്നോ അല്ലെ ആരാണ് പിടിച്ചുകൊണ്ടുപോയതെന്ന് ചോദിക്കുകയാണ്. ആര്യ അപ്പൊ വീണ്ടും പറയുന്നുണ്ട് അയാള് ആരാണെന്നൊന്നും എനിക്കറിയില്ല. അവളെ കാണാതെ ഞാൻ തിരക്കിക്കൊണ്ട് ചെന്നപ്പോ അവൾ അയാളുടെ കൂടെ ഓട്ടോയിൽ കയറി പോകുന്നതാണ് ഞാൻ കണ്ടത് എന്ന് ആര്യ പറയുമ്പോ ചന്ദ്ര വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട് ഓ അപ്പൊ പിടിച്ചുകൊണ്ടുപോയതല്ല, അവൾ അയാളുടെ കൂടെ പോയതാണ്. അപ്പോ അത് ആരാണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ വിജയേട്ട എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട് ഇത് അർച്ചന അറിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ, അവൾ ഇവിടെ വന്ന ഭൂകമ്പം ഉണ്ടാക്കുമെന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് അതിന് അവളെ ആരറിയിക്കാനാണിത്, അവൾ ഇത് അറിയാനൊന്നും പോകുന്നില്ല. ആര്യ ഇയാള് ചിന്നുവിനെയും കൊണ്ട് എങ്ങോട്ടാണ് പോയതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോ ആര്യ പറയുന്നുണ്ട് എനിക്കറിയാം, ഞാൻ മറ്റൊരു ഓട്ടോയിൽ കയറി അവരെ ഫോളോ ചെയ്തു, അവരൊരു ഹോട്ടലിലേക്കാണ് പോയത് എന്ന് ആര്യ പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് വിജയേട്ട ഇത് മറ്റെന്തോ ആണ് കേട്ടോ, എന്തായാലും നശിക്കാൻ തീരുമാനിച്ചു, ഇവിടെ സമ്മതത്തോടു കൂടിയാണല്ലോ ആ ഹോട്ടലിലേക്ക് പോയത്, ഇപ്പോ നമുക്കാണല്ലോ ചീത്തപ്പേര് എന്ന് പറയുമ്പോ വിജയ് ശങ്കർ ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണോ ഒന്ന് നിർത്തടി, നീ വെറുതെ കാട് കയറി സംസാരിക്കരുത്, എന്താണ് നടന്നതെന്ന് ആദ്യം അന്വേഷിച്ച് അറിയട്ടെ എന്ന് പറയാണ്. പിന്നീട് വിജയ് ശങ്കർ ആര്യയോട് ആ ഹോട്ടലിന്റെ അഡ്രസ് എല്ലാം ചോദിച്ചറിയുന്നുണ്ട്. ആര്യ എന്നിട്ട് അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. പിന്നീട് ജെയ്ക്കയോട് അങ്ങനെ ചിന്നു സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിന്നു അപ്പോൾ ജെയ്ക്കയുമായി കൂടുതൽ അടുത്തു കഴിഞ്ഞു. ചിന്നു അങ്ങനെ സന്തോഷത്തോടെ ജെയ്ക്കയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. ചിന്നു പോയി വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോഴാണ് ചന്ദ്രയെയും വിജയ് ശങ്കറിനെയും കാണുന്നത്. ചിന്നു എന്നിട്ട് വാ അച്ഛ എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് വിളിക്കുകയാണ്. വിജയ് ശങ്കറും ജെയ്ക്കയുമാണെങ്കിൽ പരസ്പരം കാണുമ്പോൾ ഈ ഓഫീസിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ ഓർക്കുകയാണ്. ചിന്നു എന്നിട്ട് വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെയാണെന്ന്, ഞാൻ അമ്മയാണല്ലോ വിളിച്ചതെന്ന് പറയാണ്. ചന്ദ്ര അപ്പൊ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിന്റെ അമ്മ വന്നോ, ഞങ്ങൾക്കായിരുന്നു നിന്റെ കാര്യത്തിൽ ടെൻഷൻ, ഞങ്ങളുടെ സമാധാനം തന്നെ പോയിരിക്കുകയായിരുന്നു എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോ വിജയ് ശങ്കറും പറയുന്നുണ്ട് ആര്യ വന്നു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിവരങ്ങൾ അറിഞ്ഞത്, ഇയാളാണോ നിന്നെ പിടിച്ചുകൊണ്ട് വന്നത്, ഞാൻ എന്തിനാടോ എന്റെ മോളെ പിടിച്ചുകൊണ്ടുപോയതെന്ന് വിജയ് ശങ്കർ ചോദിക്കുമ്പോ ജയകയെ പറയുന്നുണ്ട് അവളെ പിടിച്ചുകൊണ്ടുപോയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് എന്നോടല്ല ചോദിക്കേണ്ടത്, പിടിച്ചു കൊണ്ടുപോയവരോട് ചോദിക്കണം എന്നങ്ങനെ ജെകെ പറയാണ്. ചിന്നുവാണെങ്കിൽ വിജയ് ശങ്കറിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വിജയ് ശങ്കർ നീ ഇനി ഒന്നും പറയണ്ട എന്ന് പറയാണ്. ചന്ദ്ര ഇപ്പൊ ജെകെ നോക്കി കൊണ്ട് പറയുന്നുണ്ട് ഇയാളെ കണ്ടാലോ അറിയാലോ ആള് ശരിയല്ല എന്ന്, ഞാൻ ആരാടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. ജെകെ ആണെങ്കിൽ ചന്ദ്രയെ നോക്കി ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ചിന്നു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.